الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة مخرجة للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن حبيبنا وسيدنا وأسوتنا وقائدنا ومعلمنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المهجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും മുത്തഖീങ്ങളായി കഴിയണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അവൻ നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ആണ് യഥാർത്ഥത്തിൽ തഖ്വയുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, അതേവസരം അവന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് അറിയിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിമകൾ അറിയിക്കുക, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്, കരുണാനിധിയുമാണ്. അതേ അവസരം തന്നെ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ എന്നാൽ അതിവേദനാജനകമായ ശിക്ഷയുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഒരേ അവസരം ഉണർത്തിയിട്ടുണ്ട്. നല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധകമാണ് എന്റെ അടിമകളെ അറിയിക്കുക, ഞാൻ ഏറെ പൊറുക്കുന്നവനും അടിമകളോട് കരുണ കാണിക്കുന്നവനുമാണ് എന്ന്. ധിക്കാരികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധകമാണ്. എന്നാൽ നിശ്ചയം എന്റെ ശിക്ഷ അതൊരാൾക്കും സഹിക്കാൻ കഴിയാത്ത ശിക്ഷയാണ്, അങ്ങേയറ്റം വേദനാജനകമായ ശിക്ഷയാണ് എന്നും അവരോട് പറയുക. രണ്ടും ഉടനെയായിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവന്റെ ശിക്ഷ അതികഠിനമാണ് എന്നോർത്തുകൊണ്ട്, അവന്റെ കാരുണ്യം അപാരമാണ് എന്ന് ഓർത്തുകൊണ്ട് എന്തും ചെയ്യാം എന്നല്ല, അതേ അവസരം തന്നെ അവന്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് ഓർത്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഉത്തമരായ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുകയും അവന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. ഒരുപാട് വീഴ്ചകൾ അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരികയും അവന്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും അവൻ കാത്ത് രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. പൊതുവെ
വ്യക്തികൾക്കും അതുപോലെ തന്നെ സമൂഹങ്ങൾക്കും സഹോദരന്മാരെ, തെറ്റുകൾ സംഭവിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് ലജ്ജ എന്ന് പറയുന്ന ഗുണം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ മുഖ്യമായ പങ്കുവഹിക്കുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തെറ്റുകൾ ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ ലജ്ജ നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ലജ്ജയില്ലാതാകുമ്പോഴാണ് തെറ്റുകൾ കൂടെ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഇദാലം തസ്തഹി ഫസ്അൽ മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ, നാണമില്ലെങ്കിൽ, ഉളുപ്പില്ലെങ്കിൽ നീ ഇഷ്ടം പോലെ എന്താണ് എന്ന് വെച്ചാൽ ചെയ്യ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലജ്ജയില്ലെങ്കിൽ, നാണമില്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് വെച്ചാൽ ചെയ്യ്. എന്താണ് നീ വിചാരിക്കുന്നത് അത് ചെയ്യ്. കാരണം ലജ്ജയില്ലാത്ത മനുഷ്യന്മാരുടെ സ്വഭാവമാണത്. എന്താണ് വിചാരിക്കുന്നത് അത് ചെയ്യുക, എന്താണ് പറയാൻ തോന്നുന്നത് അത് പറയുക, എന്താണ് കാട്ടാൻ തോന്നുന്നത് അത് കാട്ടുക. ഇത് ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെടുമ്പോൾ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു അധപ്പതനമാണ്. അയാൾ വിചാരിക്കുന്നത് എന്തും പറയുകയും വിചാരിക്കുന്നത് എന്തും ചെയ്യുകയും ചെയ്താൽ അതിന്റെ അർത്ഥം അയാൾക്ക് ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടി അയാൾ മൃഗമായി. മനുഷ്യനെയും മൃഗത്തെയും വേർതിരിക്കുന്ന മുഖ്യമായ ഘടകം ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണമാണല്ലോ. ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഇല്ലാത്തത് മനുഷ്യനിൽ നിന്ന് അത് വ്യത്യസ്തമാകുന്നത് പ്രധാനമായും ഈ ഒരു സന്നിധിയിലാണ്. അതിന് ലജ്ജയില്ല. അതിന് ഒരു മൃഗത്തിന് മറ്റൊരു മൃഗത്തെ തിന്നണം എന്ന് തോന്നിയാൽ ആരെങ്കിലും കാണും എന്നുള്ളത് അതിനൊരു വിഷയമല്ല. ഒരു മൃഗത്തിന് മറ്റൊരു മൃഗത്തെ ആക്രമിക്കണമെന്ന് തോന്നിയാൽ അത് വേറെയുള്ളവർ കാണും എന്നുള്ളത് അതിനൊരു വിഷയമല്ല. ഒരു മൃഗത്തിനെ മറ്റൊരു മൃഗത്തെ ബോധിക്കണമെന്ന് തോന്നിയാൽ അത് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിനൊരു വിഷയമല്ല. ഇതുതന്നെയാണ് ലജ്ജയില്ലായ്മ എന്ന് പറയുന്നത്. ഇപ്പൊ മൃഗങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ലജ്ജയില്ലായ്മയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലജ്ജയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് വെച്ചാൽ നീ ചെയ്തു. ലജ്ജയില്ലാതായാൽ പിന്നെ മനുഷ്യൻ എന്തും ചെയ്യും. ഇപ്പൊ ലജ്ജ എന്ന് പറയുന്നത് ഒരാൾക്ക് ഉണ്ടായി കിട്ടിയാൽ അയാൾക്ക് ഈമാൻ നിലനിർത്താൻ കഴിയും. ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണം ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി അയാളുടെ ഈമാനും നഷ്ടപ്പെട്ടു, അയാളുടെ സൽക്കർമ്മവും നഷ്ടപ്പെട്ടു, അയാളുടെ സൽസ്വഭാവവും നഷ്ടപ്പെട്ടു. പിന്നെ അയാൾക്ക് ഒന്നിലും ഒരു ഉറുപ്പില്ലാതായി, ഒന്നിലും ഒരു കുറവില്ലാതായി, എന്തും ചെയ്യാം എന്ന ഒരു അവസ്ഥയിലേക്ക് അയാൾ വരും. അതുകൊണ്ട് ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആളുകൾക്ക് ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെടാതിരിക്കുവാൻ, അത് യഥാർത്ഥത്തിൽ ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ, അത് അള്ളാഹുവിന്റെയും പ്രവാചകന്മാരുടെയും സഹാബത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട ഗുണമായിരുന്നു എന്ന് പറയുവാൻ ശ്രദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു പോലും ലജ്ജാലുവാണ്. പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ. ഒരടിമ അവന്റെ രണ്ട് കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ അതിനെ തട്ടിമാറ്റുവാൻ അള്ളാഹുവിന് ഒരു കുറച്ചിലാണ്, ഒരു ലജ്ജയാണ്. അള്ളാഹുവിന് പോലും ലജ്ജയുണ്ട്. ഇത് ഒരു പെരുമാറ്റത്തിന്റെ ലജ്ജയാണ്. പെരുമാറ്റത്തിൽ ഒരാൾ പുലർത്തുന്ന ഒരു ലജ്ജയാണ്. അപ്പൊ അള്ളാഹു പോലും ലജ്ജിക്കുന്നു എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിലേക്ക് ഒരാൾ കൈ ഉയർത്തി കഴിഞ്ഞാൽ ആ കൈ തട്ടിമാറ്റുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു നാണമാണ്, അള്ളാഹുവിന്റെ ഒരു ലജ്ജയാണ്, അള്ളാഹുവിന്റെ ഒരു കുറച്ചിലാണ്. അങ്ങനെയാണ് അള്ളാഹു പോലും അതിനെ മനസ്സിലാക്കുന്നത്. അള്ളാഹു റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാൻ അവന്റെ അടിമകളുടെ കാര്യത്തിൽ ലജ്ജ എന്ന് പറയുന്ന ഗുണം പുലർത്തുന്നു. അള്ളാഹുവിനെ ആരുടെ മുമ്പിൽ ആരോട് ലജ്ജിക്കാനാണ്, ആരോട് നാണിക്കാനാണ് അള്ളാഹു? പക്ഷെ അള്ളാഹു പോലും ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണത്തെ അള്ളാഹുവിന്റെ ഗുണമായിട്ട് എടുത്തിരിക്കുകയാണ്. അള്ളാഹു ലജ്ജ കാണിക്കുന്നത് അള്ളാഹുവിന്റെ അടിമയോടാണ്, ഒന്നുമല്ലാത്ത അടിമയോടാണ്. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കഴിഞ്ഞാൽ ആ കൈയിനെ തട്ടിമാറ്റുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലജ്ജാകരമായ കാര്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിന്റെ ഒരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും സഹാബത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
പ്രവാചകൻ ജനങ്ങളുടെ കൂട്ടത്തിൽ കാന നബിയു അശദ്ദു ഹയാഅൻ മിനൽ ഗദ്റാ, ഒരു കന്യകയേക്കാൾ ലജ്ജാലുവായിരുന്നു പ്രവാചകൻ എന്നാണ് പറയുന്നത്. ഒരേ കൂട്ടിലിരിക്കുന്ന പ്രത്യേകം സജ്ജമാക്കി ഒരു കൂടാരത്തിലിരിക്കുന്ന ഒരു കന്യക ഏതുപോലെ നാണം കുടുങ്ങിയാണോ, ഏതുപോലെ ലജ്ജാവതിയാണോ, അതുപോലെ അതിനേക്കാൾ ലജ്ജാലുവായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത്. ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള ലജ്ജയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തിയിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാന മൂസ റജുലൻ ഹയ്യൻ, മൂസാ നബി അലൈഹി സ്വലാം ഒരു ലജ്ജാലുവായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുന്നത് അദ്ദേഹത്തിന് ഒരു ലജ്ജയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരാൾ ഔറത്ത് മറച്ചാൽ മതി, പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ശരീരത്തിന്റെ ഒരു ഭാഗം മറ്റൊരാൾ കാണുന്നത് പോലും മൂസാ അലൈഹി ഇസ്ലാമിന് ഒരു നാണക്കേടായിട്ടായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. അത്രയധികം ലജ്ജാലുവായിരുന്നു മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ ആ ഒരു ഗുണത്തെ നബി പ്രത്യേകം പുകഴ്ത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സഹാബികളുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഈ ഗുണം ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു സംഭവം പറയുന്നുണ്ട് ഹദീസിൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് ഉപ്പയാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ വസ്ത്രമൊക്കെ ഒരു സാധാരണ മട്ടിലിരുന്ന് നബിയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പൊ ആയിഷ ഒന്നും ചെയ്യുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നും, ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നും ചെയ്യുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ആയിഷ ഒന്ന് നേരെ ഇരിക്ക്, വസ്ത്രമൊക്കെ ഒന്ന് ശരിയാക്ക്, ഒന്ന് ഒരുങ്ങിയിരിക്ക്, ഇതുവരെ ഇരുന്നത് പോലെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രത്യേകതയാണത്. മറ്റുള്ളവരെ പോലെ അല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപ്പറ്റി പറഞ്ഞത്, ഞാൻ എങ്ങനെയാണ് അലാ അസ്തഹീ മിൻ റജുലിൻ തസ്തഹീ മിൻഹുൽ മലായിക, മലക്കുകൾ ഏതൊരാളെ പറ്റി ലജ്ജ ഉണ്ടാകുന്നുവോ, ആരോട് ലജ്ജ കാണിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരാളെ പറ്റി ഞാൻ എങ്ങനെയാണ് ലജ്ജ കാണിക്കാതിരിക്കുക എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗുണം മാത്രമല്ല മലക്കുകളുടെയും ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മലക്കുകൾ ലജ്ജാപൂർവമായിരുന്നു പെരുമാറിയിരുന്നത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പറ്റി ലജ്ജയോടുകൂടിയാണ് വർത്തിച്ചിരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ലജ്ജ എന്ന് പറയുന്ന ഗുണത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരാളാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക്, വളരെ മുതിർന്ന സഹാബിയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പിതാവാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സഹാബിയാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ ഉള്ള നബിയുടെ അടുത്തിരിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ് വരുന്നത് എന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വസ്ത്രമൊക്കെ നേരാക്കിയിരിക്കാൻ പറയുകയാണ്. അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒരു ഗുണമാണ്. ആ ഗുണത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നബി പറയുന്നത്, മലക്കുകൾ നാണിക്കുന്ന ഒരു മഹാവ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ ഞാനെങ്ങനെയാണ് ലജ്ജ പുലർത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രവാചകന്മാരുടെ ഗുണമായിരുന്നു ലജ്ജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കന്യകയേക്കാൾ ലജ്ജാലുവായിരുന്നു എന്നാണ് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നത്. ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണത്തെ ഇസ്ലാം അതിന്റെ ഒരു ഗുണമായി, അള്ളാഹുവിന്റെ ഒരു ഗുണമായി, മലക്കുകളുടെ ഒരു ഗുണമായി, പ്രവാചകന്മാരുടെ ഒരു ഗുണമായി അവതരിപ്പിക്കുന്നത്, പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമികമായ മൂല്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈമാനിന്റെ ഭാഗമാണല്ലോ അത്. അല്ലെ ഈമാന് ബിദുൻ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാനം ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂല് വിശദീകരിച്ചത് ഫഅഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. അതിൽ ഏറ്റവും താഴെയുള്ളത് ഇമാത്തത്തുൽ അസാ അനി ത്വരീഖി,
വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഘടകമാണ്, ഒരംശമാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ആരംഭിച്ച് വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നതുവരെ എത്തുന്ന 70 ചില്ലാനും ഈമാനിന്റെ ശാഖകളിൽ ഒരു ശാഖ ഈ ലജ്ജയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നു. ലജ്ജ ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പോ ഈ ഒരു ഗുണം മനുഷ്യനിൽ നിലനിർത്തിയെങ്കിലേ അവനിൽ നന്മയുണ്ടാകും. ഈ ഒരു ഗുണം മനുഷ്യനിൽ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ത് തെറ്റുകളും ചെയ്യും. നമ്മളിവിടെ ഓതിയ സൂറത്തുൽ ആറാഫിലെ ആയത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വയുടെയും കഥയാണ് പറയുന്നത്. ആദമിനെയും ഹവ്വയെയും പിശാച് വഴിവിലപ്പിച്ചു, വിലക്കപ്പെട്ട ഖനി അവർ ഭക്ഷിച്ചു. പിന്നെ അതേപറ്റി ഖുർആൻ പറയുന്നത്, ഫലമ്മാ റാഖ ശജറത ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. ഈ വിലക്കപ്പെട്ട ഖനി ഭക്ഷിക്കുക എന്ന തെറ്റ് ചെയ്തതോടുകൂടി അവർക്ക് അവരുടെ നഗ്നത വെളിവായി. അങ്ങനെ അവർ വേഗം തന്നെ ഇലകൾ കൊണ്ട് അവരുടെ നഗ്നത മറക്കുവാൻ ശ്രമിച്ചു എന്നാണ്. അർത്ഥ ഗംഭീരമാണ് ഈ ആയത്ത്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അതോടുകൂടി ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് അവന് നാണം നഷ്ടപ്പെടുമ്പോഴാണ്, ലജ്ജയില്ലാതാകുമ്പോഴാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അതോടുകൂടി അയാൾക്ക് സംഭവിക്കുന്നത് അയാൾ തുണി അഴിച്ചിട്ടതുപോലെയാണ്, തുണി ഉരിഞ്ഞതുപോലെയാണ്. ആദം നബി അലൈഹി സ്വലാമും ഹവ്വയും വിലക്കപ്പെട്ട ഖനി പിശാചിന്റെ പ്രേരണയ്ക്ക് വഴി വഴങ്ങി തിന്നുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതോടുകൂടി അവർക്ക് അവരുടെ നഗ്നത വെളിവായി എന്നുള്ളതാണ്. അങ്ങനെ ഈ തെറ്റ് സംഭവിക്കുന്നതോടുകൂടി അവർ തുണിയുരിഞ്ഞതുപോലെ ആവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ബോധമുണ്ടാവുകയും അവർ കിട്ടിയ ഇലകൾ വാരി വലിച്ച് അതുകൊണ്ട് അത് അവരുടെ തുണിയാക്കി അവരുടെ ഔറത്ത് അവർ മറക്കുകയും ചെയ്യുകയാണ്. ഇത് അർത്ഥഗംഭീരമാകുന്നത് ഒരു മനുഷ്യന് തെറ്റ് സംഭവിക്കുമ്പോൾ അയാൾക്ക് നാണം നഷ്ടപ്പെടുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ നാണമില്ലാതാകുമ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നാണം എന്ന് പറയുന്ന ഗുണത്തെ നിലനിർത്തുക എന്നതിന് ഇസ്ലാം പ്രത്യേകമായി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇദാലം തസ്തഹി ഫഫ്അൽ മാ ശിഅത. നാണവും മാനവും ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഉളുപ്പില്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഉളുപ്പ്, ലജ്ജ, നാണം എന്ന് പറയുന്ന മൃഗങ്ങൾക്ക് ഇല്ലാത്തതും മനുഷ്യർക്ക് ഉള്ളതുമായ ഗുണത്തെ നിലനിർത്തുവാൻ സഹോദരന്മാരെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോടുള്ള ബന്ധത്തിലും അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബന്ധത്തിലും ഉയർന്ന നിലവാരം പുലർത്തുവാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. സഹാബികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമല്ല, എല്ലാ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരു ഗുണമാണ്, അറബികളുടെ ഒരു പൊതുവായ ഗുണമാണത്. അവർ ജാഹിലിയ്യ കാലത്ത് പോലും അത് പുലർത്തുന്നുണ്ടല്ലോ. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുക എന്ന കുറ്റകൃത്യം അവർ ചെയ്യാൻ ഒരുക്കമാണ്. പക്ഷേ വധിക്കുവാൻ വീട് വളയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പറയിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല. കിടപ്പറയിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള കാരണം അവർക്ക് വേണമെങ്കിൽ വാതിൽ അടിച്ചുപൊളിച്ച് അകത്തേക്ക് കടക്കാം. അവർ ചെയ്യാൻ പോകുന്നത് കൊല എന്ന് പറയുന്ന ഒരു ഭയങ്കര കുറ്റകൃത്യമാണ്. പക്ഷെ അതേ അവസരം ഒരു നാണവും ലജ്ജയും ഉള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ലജ്ജയ്ക്ക് നിരക്കുന്ന ഒരു പ്രവർത്തനം അല്ലാത്തതുകൊണ്ടാണ് അവർ പ്രവാചകന്റെ കിടപ്പറയിലേക്ക് പ്രവേശിക്കാത്തത് എന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ആ കാര്യത്തിലൊരു ലജ്ജയുണ്ട്. അവർ വലിയ ഒരു കുറ്റകൃത്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വേറെ കാര്യം. അബൂ സുഫിയാൻ ഹെറാക്ലിയസ് ചക്രവർത്തി ഹിർക്കലിന്റെ മുമ്പിലെത്തിയപ്പോൾ ഹിർക്കൽ ഇങ്ങനെ മക്കയിൽ നിന്ന് പ്രവാചകനെതിരെ സാക്ഷ്യം കേൾക്കുവാൻ വേണ്ടി എന്താണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ശത്രുവിന് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഹിർക്കൽ ചക്രവർത്തി
അബൂ സുഫിയാനെ വിളിപ്പിച്ചു. മുശ്രിക്കുകളുടെ നേതാവാണ്. അബൂ സുഫിയാനോട് ഹിർക്കൽ ചക്രവർത്തി ഓരോ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വളരെ സത്യസന്ധമായിട്ടാണ് അബൂ സുഫിയാൻ മറുപടി പറയുന്നത്. അദ്ദേഹം ഇതിനു മുമ്പ് കളവ് പറഞ്ഞതായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇല്ല, അദ്ദേഹം അങ്ങനെ കളവൊന്നും പറഞ്ഞതായിട്ട് തെളിവുകളില്ല. അദ്ദേഹം ഞങ്ങൾക്കിടയിൽ ഒരു വിശ്വസ്തനായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യം എങ്ങനെയാണ്? വളരെ നല്ല കുടുംബ പാരമ്പര്യമാണോ അതല്ല മോശം കുടുംബ പാരമ്പര്യം? അല്ല, അദ്ദേഹം ഒരു നല്ല കുടുംബ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോ മുഹമ്മദ് നബിക്ക് അനുകൂലമായിട്ട് തന്നെ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയാണ്. മുഹമ്മദിനെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പാടില്ല, മുഹമ്മദിന്റെ അനുയായികൾക്ക് ഒരു കാരണവശാലും നിലനിൽക്കാൻ ഉള്ള അർഹതയില്ല എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പറയുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുകയാണ്. അതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് ലജ്ജയില്ലായിരുന്നു എങ്കിൽ ഞാൻ കുറച്ച് കളവൊക്കെ പറയുമായിരുന്നു, ലജ്ജയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഹിർക്കലിനോട് കുറച്ച് കളവൊക്കെ പറയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അബൂ സുഫിയാൻ, അതുപോലെ തന്നെ പ്രവാചകനെ വധിക്കാൻ ഒരുമ്പെടുന്ന മുശ്രിക്കുകൾ, ഇവർക്കൊക്കെ പോലും ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം അവരുടെ ജീവിതത്തിൽ ഒരളവോളം അവർ പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എല്ലാ കാര്യത്തിലും ഈ ലജ്ജ അവർ പുലർത്തി. ഇത് ഇന്ന് വളരെ പ്രധാനമാകുന്നത് ലജ്ജ നഷ്ടപ്പെടുകയാണ് നമ്മുടെ സമൂഹത്തിന്. എന്ത് വൃത്തികേടുകളെയും ഒരു ലജ്ജയുമില്ലാതെ കാണുവാനും ഒരു ലജ്ജയുമില്ലാതെ കാണിക്കുവാനും ഒരു ലജ്ജയുമില്ലാതെ കൊണ്ടാടുവാനും കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. വൃത്തികേടുകൾ വളരെ പരസ്യമായിട്ട് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, വൃത്തികേടുകൾ പരസ്യമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ പിന്നെ അള്ളാഹു വിടുകയില്ല എന്നുള്ളതാണ്. വൃത്തികേടുകൾ രഹസ്യമായി ചെയ്യുന്നത് പോലെ അല്ല പരസ്യമായി ചെയ്യുന്നത്. പരസ്യമായി ചെയ്യുന്നതിന് കൂടുതൽ ശിക്ഷയുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഈ വൃത്തികേടുകൾ പരസ്യമായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ അള്ളാഹു വെറുതെ വിടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വൃത്തികേടുകൾ പരസ്യമായിരിക്കുന്നു. കാരണം വ്യക്തികൾക്ക് ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടിരിക്കുന്നു, സമൂഹത്തിന് ലജ്ജ എന്ന് പറയുന്ന ഗുണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് പുരുഷന്മാരെക്കാൾ ഉപരി നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. ഏറ്റവും അധികം ലജ്ജ ഉണ്ടാകേണ്ടത് സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിൽ എന്ത് വൃത്തികേടുകളും പരക്കും. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണത്തിന്റെ ബലത്തിലാണ് സ്ത്രീകൾക്ക് അത് പുരുഷന്മാരെക്കാൾ ഉണ്ട് എന്ന ഒരു പ്രകൃതിപരമായ സത്യത്തിലാണ് ഈ സമൂഹത്തിന്റെ തന്നെ നിലനിൽപ്പുള്ളത്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ലജ്ജയുണ്ട്. അവർ ലജ്ജാവതികളായതുകൊണ്ടാണ് സമൂഹത്തിൽ പല തിന്മകളും നടക്കാത്തത്. അവർക്ക് പറയാൻ തോന്നുന്ന പല കാര്യങ്ങളും അവർ ലജ്ജ കൊണ്ട് പറയുകയില്ല. അവർക്ക് പ്രകടിപ്പിക്കാൻ തോന്നുന്ന പല ദൂഷ്യങ്ങളും അവർ ലജ്ജ കൊണ്ട് പ്രകടിപ്പിക്കുകയില്ല. എന്നതുകൊണ്ടാണ് ഈ സമൂഹം ഒരളവോളം നന്മയിൽ നിലനിൽക്കുന്നത്. സ്ത്രീകൾക്ക് ഈ ലജ്ജ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സമൂഹത്തെയും ഒരു മൂക്കുകയറിട്ട് പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ അതാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ലജ്ജയുണ്ടാകേണ്ട സ്ത്രീകൾക്ക് അവരുടെ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം ഒരു സമൂഹം നശിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകന്റെ കാലഘട്ടത്തിലെ വനിതകളുടെ ലജ്ജ, അവർ സമൂഹത്തിലുണ്ട്. അവർ പുരുഷന്മാരുടെ പിന്നിൽ നമസ്കരിക്കുന്നുണ്ട്, അവർ പള്ളിയിൽ വരുന്നുണ്ട്, അവർ ജുമായിൽ പങ്കെടുക്കുന്നുണ്ട്, അവർ പെരുന്നാൾ നമസ്കാരത്ത് മൈതാനത്തിലെത്തുന്നുണ്ട്, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നുണ്ട്, അവർ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണത്തെ അവർ നിലനിർത്തുന്നുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് വന്ന് സംസാരിക്കുന്ന, മദീനയിലെത്തിയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുന്ന പെൺകുട്ടികളുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ. അവരെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? ലജ്ജയോടുകൂടി ഈ പെൺകുട്ടികൾ വന്നു എന്നുള്ളതാണ്. ലജ്ജയോടുകൂടി പെൺകുട്ടികൾ വന്നു. താങ്കളെ പിതാവ് വിളിക്കുന്നു. ഈ പെൺകുട്ടികൾ വെള്ളം മുക്കുവാൻ കഴിയാതെ മാറി നിൽക്കുമ്പോ അവർ ലജ്ജയോ കൊണ്ട് മാറി നിൽക്കുകയാണ്. പുരുഷന്മാർക്കിടയിൽ അവർക്ക് തള്ളിക്കയറാൻ കഴിയുന്നില്ല. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അവരെ സഹായിക്കുകയാണ്. അങ്ങനെ സഹായിക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ
ഇങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ് പിതാവ്, ഈ പെൺകുട്ടികളുടെ പിതാവ്. അപ്പോൾ പെൺകുട്ടി ഒന്ന് ലജ്ജയോടുകൂടി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. എന്താണ് പറയുന്നത്? നിങ്ങളെ പിതാവ് വിളിക്കുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം കാന റജുലൻ ഹയ്യൻ, അദ്ദേഹം ഒരു അങ്ങേറ്റം ലജ്ജയുള്ള ഒരാളാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം പിതാവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ചരിത്രത്തിൽ പറയുന്നത്, ഈ പെൺകുട്ടിയോട് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നീ വഴി കാണിച്ചു കൊടുക്കണം. അപ്പൊ വഴി കാണിച്ചു കൊടുക്കുന്ന ആൾ മുന്നിലാണ് നടക്കേണ്ടത്. പക്ഷെ മൂസ പറഞ്ഞു, നീ പിന്നിൽ നടന്ന് വഴി കാണിച്ചു തന്നാൽ മതി, നിന്റെ പിന്നിൽ നടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പെൺകുട്ടി ലജ്ജയോടുകൂടിയാണ് സംസാരിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം അതിലേറെ ലജ്ജാലുവാണ്. ഒരു പെൺകുട്ടിയുടെ കൂടെ നടക്കുമ്പോൾ അവളുടെ പിന്നാലെ നടക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുന്നിൽ നടക്കാം, ഏതിലെയാണ് നടക്കേണ്ടത് എന്ന് നീ പറഞ്ഞു തന്നാൽ മതി. ഇസ്ലാമിക സംസ്കാരത്തിലെ പുരുഷന്റെയും സ്ത്രീയുടെയും ലജ്ജയാണിത്. ഇതാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ലജ്ജ. ലജ്ജയോടുകൂടി വന്ന ഒരു പെൺകുട്ടി എന്നാണ് ആ പെൺകുട്ടിയെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഇതുപോലെ ആയിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ, പുരുഷന്മാർ. അത് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലോസരപ്പെടുത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി മരണശേഷം ആരായിരിക്കും എന്റെ മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളതായിരുന്നു. മരണശേഷം ആരായിരിക്കും എന്റെ മയ്യത്ത് കുളിപ്പിക്കുക? സ്വാഭാവികമായും പെണ്ണുങ്ങളാണ്. പക്ഷേ ഒരു പെണ്ണാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്, സംശയമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അതേപ്പറ്റി അങ്ങേയറ്റം ആശങ്കയോടുകൂടിയായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടിരുന്നത്. അവസാനം മരണത്തിന് മുമ്പ് അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അസ്മാ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മയ്യത്ത് കുളിപ്പിക്കുവാൻ നീയും എന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ആരെയും എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അവരുടെ ലജ്ജയാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചു. മയ്യത്ത് കുളിപ്പിക്കേണ്ട സന്ദർഭമായപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വന്നു. മയ്യത്ത് കുളിപ്പിക്കാൻ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. വാതിൽക്കലെത്തിയപ്പോ അസ്മാ റളിയല്ലാഹു അൻഹ തടഞ്ഞു, അകത്തേക്ക് വരരുത്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അത്ഭുതപ്പെട്ടു, എന്താണ് ഇവർ ചെയ്യുന്നത്? അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്, ഖലീഫ കൂടിയാണ്, പിതാവ് മാത്രമല്ല, ഖലീഫയായ പിതാവിനോട് പരാതി പറഞ്ഞു, എന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല അസ്മ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, എന്താണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, പ്രവാചകന്റെ പത്നിമാർക്ക് പ്രവാചകന്റെ പുത്രിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിലേക്ക് പ്രവേശനം നിഷേധിക്കുന്ന ഇത് എന്തുകൊണ്ടാണ് എന്ന് അസ്മാവിനോട് ചോദിച്ചപ്പോൾ അസ്മാവ് പറഞ്ഞു, ഫാത്തിമയുടെ വസിയത്താണ്, ഞാനല്ലാതെ ഒരാളെയും, ഫാത്തിമയുടെ ഭർത്താവുമല്ലാതെ ഒരാളെയും മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഫാത്തിമയുടെ ശരീരം വേറെ ആരും കാണരുത് എന്ന് ഫാത്തിമയ്ക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് ആയിഷയെ തടഞ്ഞത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ആരും പ്രവേശിക്കരുത്. ഉമ്മഹാത്തുൽ മുഅ്മിനീനും പ്രവാചകന്റെ പത്നിമാർക്കും അങ്ങോട്ട് പ്രവേശിക്കേണ്ടതില്ല, അവർ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ മരിച്ചു കഴിഞ്ഞ ഒരു മയ്യത്ത് പോലും, തന്റെ മയ്യത്ത് പോലും ഒരു അന്യയായ ഒരു സ്ത്രീ, കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ പോലും കാണേണ്ടതില്ല മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ തീരുമാനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ഒരു പെൺകുട്ടിയുടെ ലജ്ജ ഇതാണ്. ഇതേ ഫാത്തിമയാണ് പ്രവാചകന്റെ കഴുത്തിൽ നമസ്കാരത്തിന്റെ വേളയിൽ സുജൂദിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്ന് ജീർണിച്ച കുടൽമാലകൾ കഴുത്തിലിട്ട് സുജൂദിൽ നിന്ന് തലവെക്കാൻ കഴിയാതെ പ്രവാചകൻ പ്രയാസപ്പെടുമ്പോ ഓടി വന്ന് അതൊക്കെ വാരി വലിച്ച് എടുത്ത് പ്രവാചകനെ സഹായിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നത്. ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ എന്റെ ഉപ്പയുടെ ശരീരത്തിൽ ഈ ജീർണതകൾ ഇനിയും വാരി വലിച്ചിടാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. അപ്പൊ ഫാത്തിമ പെരുമാറുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, പ്രവാചകന്റെ കാര്യത്തിൽ പെരുമാറുന്നത് ഒരു പുരുഷനെ പോലെയാണ്. പക്ഷേ പുരുഷനെ പോലെ പെരുമാറുന്ന ഈ ഫാത്തിമ തന്നെ സ്ത്രീത്വത്തിന്റെ ലജ്ജ എന്ന് പറയുന്ന ഗുണത്തെ
ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നിർഭാഗ്യവശാൽ നേരെ മറിച്ചാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വലിയ ലജ്ജയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ ലജ്ജയാണ്. അവർക്ക് പള്ളിയിൽ വരുന്നതിന് വലിയ ലജ്ജയാണ്. ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു സദസ്സിൽ പങ്കെടുക്കുന്നതിന് വലിയ ലജ്ജയാണ്. അതേസമയം അങ്ങാടിയിലൂടെ മാന്യമായ വസ്ത്രധാരണമില്ലാതെ വസ്ത്രം ധരിക്കാതെ നടക്കുന്നതിന്, കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്നതിന് ഒന്നും അവർക്ക് യാതൊരുവിധ ലജ്ജയുമില്ല. അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ ലജ്ജയാണ്. ഫാത്തിമ റളിയല്ലാഹുവിന്റെ മാതൃക, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഒരു ലജ്ജയുമില്ല. പുരുഷന്മാരെ പോലെ അവർ പെരുമാറി. അതേസമയം സ്വന്തം കാര്യത്തിൽ മരണശേഷം പോലും ജീവിച്ചിരിക്കുന്ന ഫാത്തിമ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞ ഫാത്തിമ പോലും ലജ്ജ എന്ന് പറയുന്ന ആ ഗുണത്തെ മരിച്ച ശേഷവും പുലർത്തുന്നു, നിലനിർത്തുന്നു എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാ ഇങ്ങനെയായിരുന്നു സഹാബികൾ, സഹാബി വനിതകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ പറഞ്ഞിരിക്കുന്നത് ലജ്ജ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതോടുകൂടി എല്ലാ ഖൈറും ഉണ്ടായി. ഇന്നൽ ഹയാ ലാ യഅതി ഇല്ലാ ഖൈർ, ലജ്ജ നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല. അൽ ഹയാഉ കുല്ലുഹു ഖൈർ, ലജ്ജ മുഴുവനും നന്മയാണ്. ഒരാൾക്ക് ലജ്ജയുണ്ടെങ്കിൽ ആ ലജ്ജയുടെ അനന്തരഫലം ഖൈറായിരിക്കും, ഒരിക്കലും ഷർറായിരിക്കുകയില്ല. ലജ്ജ എന്ന് പറയുന്ന ഗുണമുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ ഖൈറും ഉണ്ടായിരിക്കും. ലജ്ജ എന്ന് പറയുന്ന ഗുണമില്ലെങ്കിൽ അയാൾക്ക് ഒരു ഖൈറുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഏത് ലജ്ജയും, ലജ്ജ എന്ന് പറയുന്നത് അത് ലജ്ജ മുഴുവനും നന്മയാണ്. ഇസ്തഹ്യു മിനല്ലാഹി ഹഖ്കൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ലജ്ജാലുക്കളാവുക എന്ന് നബി മുഅ്മിനീങ്ങളെ ഉണർത്തിയിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ലജ്ജാലുക്കളാവുക. എങ്ങനെയാണ്? അപ്പോ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ ലജ്ജാലുക്കളാണല്ലോ റസൂലേ, ഞങ്ങൾ ലജ്ജയുള്ളവരാണ്. അപ്പൊ നബി പറഞ്ഞു, അങ്ങനെയല്ല. ലജ്ജ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ തഹ്ഫള റഅസ വമാ ബഅ വൽ ബതന വമാ ഹവാ. ലജ്ജ എന്ന് പറഞ്ഞാൽ നീ നിന്റെ തലയെ കാത്തു സൂക്ഷിക്കുക, ആ തലയുടെ അകത്തുള്ളതിനെയും കാത്തു സൂക്ഷിക്കുക. നീ നിന്റെ വയറിനെ കാത്തു സൂക്ഷിക്കുക, ആ വയറിന്റെ അകത്തുള്ളതിനെയും കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ ലജ്ജയാണ്. നബി വിശദീകരിക്കുന്നത് ലജ്ജ എന്ന് പറഞ്ഞാൽ ഞാൻ നാണം കുടുങ്ങി താഴേക്ക് നോക്കി നടക്കുക എന്നുള്ളതല്ല. അതല്ല ലജ്ജ, അത് വേറെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവത്തെ ഇസ്ലാം പ്രകീർത്തിച്ചിട്ടില്ല. അതല്ല പറയുന്നത്. അത് ഒരു അന്തർമുഖിയായി കഴിയുന്ന ഒരു ലജ്ജയെ പറ്റി അല്ല ഇസ്ലാം പറയുന്നത്. പകരം നബി വിശദീകരിക്കുന്നത് നിങ്ങൾ ലജ്ജാലുക്കളാവുക അള്ളാഹുവിനെ പറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ തലയെ നിങ്ങൾ സൂക്ഷിക്കുക. അതിൽ എന്താണ് നിങ്ങൾ കുത്തിനിറച്ചിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ തലച്ചോറിൽ ഉള്ളത് എന്താണ്, നിങ്ങളുടെ മനസ്ഥിതി എന്താണ്, നിങ്ങളുടെ സമീപനം എന്താണ്, ജീവിതത്തെപ്പറ്റി, ദീനിനെപ്പറ്റി, ലോകത്തെപ്പറ്റി ഒക്കെ നിങ്ങൾ പുലർത്തുന്ന കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഈ തലയെയും തലക്കകത്തുള്ളതിനെയും കാത്തു സൂക്ഷിക്കുക, വയറിനെയും വയറിനകത്തുള്ളതിനെയും സൂക്ഷിക്കുക. എന്താണ് നിങ്ങൾ വയറിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് ഈ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? അത് ഹലാലാണോ ഹറാമാണോ, അനുവദനീയമാണോ അനനുവദനീയമാണോ, നിഷിദ്ധമാണോ എന്നൊക്കെ നോക്കിയിട്ടാണോ നിങ്ങൾ കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത്, വയറ് നിറയെ തിന്നുകൊണ്ടിരിക്കുന്നത്? അത് സൂക്ഷിക്കുക. അതാണ് ലജ്ജ എന്ന് പറയുന്നത്. എന്നത് റസൂൽ വിശദീകരിക്കുന്നുണ്ട്. ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ലജ്ജ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ ലജ്ജ പുലർത്തണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിനേക്കാൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നതിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. ഇതൊക്കെ ലജ്ജയാണ്. ലജ്ജയുള്ള മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഉണ്ടാവും, ലജ്ജയില്ലാത്ത മനുഷ്യന്മാർക്ക് ഒന്നും ഉണ്ടാവില്ല. വളരെ ശരിയാണ്. ഒരാൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ അയാള് എവിടെയൊന്നും എങ്ങനെയും പണമുണ്ടാക്കും. അയാൾക്ക് വയറ് നിറഞ്ഞാൽ മതി. അപ്പൊ അതോടുകൂടി മൃഗത്തെ പോലെയായി. മൃഗത്തിനില്ലാത്ത ഗുണം ലജ്ജ എന്ന് പറയുന്നതാണ്. അതാണ് മനുഷ്യനും മൃഗവും അങ്ങനെയാണ് ഒരുപോലെ ആകുന്നത്. അപ്പോ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കാര്യത്തിലും മനുഷ്യന്മാരുടെ കാര്യത്തിലും ലജ്ജ പുലർത്തുക. അള്ളാഹുവിനെ പറ്റി ലജ്ജ പുലർത്തുക. അള്ളാഹു നമ്മെപ്പറ്റി ലജ്ജ പുലർത്തുന്നത് പോലെ അള്ളാഹുവിനെ പറ്റി നമ്മൾ ലജ്ജ പുലർത്തുക. അള്ളാഹുവിനെ പേടിക്കുകയും സൂക്ഷിക്കുകയും അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. ഇതിനാണ് ലജ്ജ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, അള്ളാഹുവിന്റെ അടിമകളുടെ കാര്യത്തിലും ലജ്ജ കാണിക്കുക. അപ്പോഴാണ് മനുഷ്യൻ മാന്യനാകുന്നത്. ലജ്ജ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മാന്യനാകുന്നത്. ലജ്ജയില്ലാത്തവർക്ക് മാന്യത ഉണ്ടാവുകയില്ല. പ്രവാചകൻ ഒരു കന്യകയേക്കാൾ ലജ്ജയുള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ ഏറ്റവും അധികം ലജ്ജ കാണിച്ചത് മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലാണ്. സഹാബികളോട് പറയേണ്ടത് ചില സന്ദർഭങ്ങളിൽ സ്വന്തം കാര്യമായതുകൊണ്ട് ലജ്ജ കൊണ്ട് പ്രവാചകൻ പറഞ്ഞില്ല. വീടുകളിൽ അസമയത്ത് പ്രവാചകനെ കാണാൻ വരുന്ന ആളുകളോട് ഈ സമയത്ത് കാണാൻ വരരുത് എന്ന് പ്രവാചകന് പറയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ പറഞ്ഞില്ല. കാരണം അല്ലാഹുവാണ് ഇടപെടുന്നത്. പ്രവാചകനാണ് എന്ന് കരുതി നേരവും നിലയുമില്ലാതെ പ്രവാചകനെ പോയി ബുദ്ധിമുട്ടിക്കുവാൻ പാടുള്ളതല്ല. സന്ദർശനത്തിന് ഒരു പരിധിയുണ്ട്. പ്രവാചകന് സ്വകാര്യമായ ഒരു ജീവിതമുണ്ട്, ഒരു കുടുംബമുണ്ട്. ഇത് പരിഗണിച്ചു വേണം പ്രവാചകനെ സന്ദർശിക്കുവാൻ എന്ന് അള്ളാഹുവിന് പറയേണ്ടി വന്നു. പ്രവാചകനെ ലജ്ജ കൊണ്ടാണ് പ്രവാചകൻ അത് പറയാതിരിക്കുന്നത്. സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ മുൻപിലാണിരിക്കേണ്ടത്. പക്ഷേ നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സിൽ ആളുകളുടെ തലയിലൂടെ ചുമലിലൂടെ ചാടിക്കിടന്ന് മുന്നിലേക്ക് വരാൻ ലജ്ജ ഉണ്ടായതുകൊണ്ട് പ്രവാചകൻ പിന്നിലിരിക്കും. ലജ്ജ കൊണ്ടാണ് പ്രവാചകൻ ഈ മാന്യത പുലർത്തുന്നത്. കൈ കൊടുക്കുമ്പോൾ ആദ്യം കൈ വലിക്കുവാൻ പ്രവാചകന് കഴിയുമായിരുന്നില്ല. ലജ്ജ കൊണ്ടാണ് പ്രവാചകന് ആദ്യം കൈവലിക്കാത്തത്. തന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളുടെ മുഖത്ത് നിന്ന് അയാൾ കണ്ണെടുക്കുന്നതിന് മുമ്പ് അയാളുടെ മുഖത്ത് നിന്ന് ആദ്യം കണ്ണെടുക്കുവാൻ പ്രവാചകന് കഴിയുമായിരുന്നില്ല. ലജ്ജയുള്ളത് കൊണ്ടാണ് പ്രവാചകന് അത് സാധിക്കാതിരുന്നത്. ഇപ്പൊ ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ മാന്യത പുലർത്തുന്നത്. ഈ ലജ്ജയില്ലാത്ത മനുഷ്യന് മാന്യത ഉണ്ടാവുകയില്ല. മാന്യതയില്ലാത്തവന് സൽസ്വഭാവം ഉണ്ടാവുകയില്ല. സൽസ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തുലാസിൽ ഏറ്റവും അധികം കനം തോന്നുന്ന അസ്കൽ, ഏറ്റവും അധികം കനം തോന്നുന്ന സംഗതിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആവട്ടെ വിശദീകരിച്ചിട്ടുമുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങളിൽ പരലോകത്ത് കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ഏറ്റവും അധികം കനം തോന്നുന്ന സംഗതി നിങ്ങളുടെ ആളുകളോടുള്ള പെരുമാറ്റത്തിലെ നല്ല സ്വഭാവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവണമെങ്കിൽ അയാൾക്ക് ലജ്ജ ഉണ്ടാവണം. അള്ളാഹുവിനെ ഒരാൾ പേടിക്കണം, തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അയാൾ കുളിപ്പുണ്ടാകണം, ലജ്ജ ഉണ്ടാകണം. അതുകൊണ്ടാണ് ലജ്ജ എന്ന് പറയുന്ന ഗുണത്തിന് ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രാധാന്യം കൊടുത്തത്. നിങ്ങളെപ്പറ്റി നിങ്ങൾ ഉയർത്തുന്ന ഒരു കൈ തട്ടിമാറ്റുവാൻ അള്ളാഹു ലജ്ജിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്കെങ്ങനെ ലജ്ജിക്കാതിരിക്കും? നിങ്ങളുടെ സൃഷ്ടാവായ ആ സൃഷ്ടാവിന്റെ മുമ്പിൽ സൃഷ്ടികളായ നിങ്ങളൊന്നുമല്ലാതിരിക്കെ തന്നെ നിങ്ങൾ കൈ ഉയർത്തിയാൽ ആ കൈ തട്ടിമാറ്റാൻ ലജ്ജ മൂലം കഴിയാത്തവർ അള്ളാഹുവിന്റെ അടിമകളായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുന്ന കൈകളെ നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ തട്ടിമാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കൈകൾ അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ലജ്ജിക്കുന്നത് കൊണ്ടാണ് തട്ടിമാറ്റാത്തത്. നിങ്ങളുടെ നേരെ നീണ്ടുവരുന്ന സഹായ ഹസ്തങ്ങളുണ്ട്. ഈ ഹസ്തങ്ങൾ ലജ്ജ എന്ന് പറയുന്ന ഗുണം നിങ്ങൾക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് അയാളോട് ഇല്ല എന്ന് പറയുക? ഇന്ന് നിങ്ങൾ ലജ്ജിക്കുമ്പോഴാണ് നിങ്ങൾ മാന്യരാകുന്നത്, നിങ്ങൾ ഇസ്ലാമിന്റെ ഉയർന്ന സ്വഭാവം പുലർത്തുന്നത്. അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മൊത്തം സ്വഭാവം തന്നെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുള്ള ഒരു ഘടകമായതുകൊണ്ടാണ് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഘടകമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ സഹസൃഷ്ടികളോടുള്ള, കുടുംബങ്ങളോടുള്ള, സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങളിൽ ഒക്കെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ.